ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ചിക്കൻ കറി വർക്കാണ് കാണുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു മോട്ടീവാണ്. അത് സ്കാറ്റർ ചെയ്ത് ഫുൾ സാരിയിലും തയ്ച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 180 ആൾക്കാർ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്സ് ആയാലും അതുപോലെ തന്നെ അവർക്ക് ഓരോ ചിലവർ നല്ലോണം ചെയ്യുന്ന എന്നെക്കാളും നല്ലോണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലവർ ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരേ ഡൗട്ട് ചോദിക്കുന്നതിന് എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഒരാൾ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളാരും കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റാവാതെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ മെറ്റീരിയലിനെ പറ്റി അറിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഗ്രൂപ്പിലൊരു ഡൗട്ട് ചോദിച്ചാൽ ക്രോസ് സ്റ്റിച്ചിന് തയ്ക്കുന്ന ആ നെറ്റ് എവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എവിടെയും കിട്ടുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിനെപ്പറ്റിയുള്ള വിവരം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഗ്രൂപ്പിലിടാൻ മടിക്കണ്ട. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം ഈ ഗ്രൂപ്പിൽ കൂടെ ക്ലിയർ ചെയ്യുക. വളരെ സന്തോഷമുണ്ട് എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്നതിന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ഞാൻ കാണിച്ചു തരാം. അതൊരു ചെക്കോട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ചിക്കൻ കറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി വർക്ക് ആകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഞാൻ വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു മോട്ടീവാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, സിമ്പിൾ ഒരു മാംഗോ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ സാരിയിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻ വന്നിരിക്കുകയാണ്. മുന്താണി മുതൽ ഇങ്ങനെ മുന്താണിയിൽ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് 10 ഇഞ്ച് ഗ്യാപ്പിലാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെ 10 ഇഞ്ച് ഗ്യാപ്പിൽ 3 മുന്താണിയിൽ നിന്ന് ഷോൾഡർ വരെ വരുമ്പോൾ 3 ഡിസൈനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ മുതൽ മാംഗോൻ്റെ ഡിസ്റ്റൻസ് ഈ ഗ്യാപ്പ് കുറച്ച് കുറവാണ്. 10 ഇഞ്ച് എന്നുള്ളത് മാറ്റി 8 ഇഞ്ചാക്കി. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ 8 ഇഞ്ച് ഗ്യാപ്പിലാണ് ഡിസൈനിങ് പോകുന്നത്. ഇങ്ങനെ ഈ ഡിസൈനിങ് കണ്ടിന്യൂസ് ഇങ്ങനെ ബോർഡറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് വരെ പ്ലീറ്റ്സിൻ്റെ അകത്ത് ഡിസൈനിങ് ഒന്നും ഇല്ല, പക്ഷേ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ഈ ഒരു സാരിയിൽ മൊത്തത്തിൽ 16 ഡിസൈൻസാണ് വരുന്നത്. ഇത് ഈ ഒരു സിംഗിൾ പീസേ ഉള്ളൂ. റെഡി ഫോർ സെയിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് റേറ്റ്. അപ്പോൾ ഉടനെ തന്നെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതുപോലത്തെ മോട്ടീവ്സ് 16 എണ്ണമാണ് ഉള്ളത്. ഇതിൻ്റെ മോട്ടീവിൻ്റെ സൈസ് 3 ഇഞ്ചാണ് സൈസ്. ഇതിൻ്റെ ലെങ്ത് 3 ഇഞ്ചാണ്. 8 ഇഞ്ച് ഗ്യാപ്പിലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇനി ഈ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് വൃത്തിയായിട്ട് തയ്ക്കാവുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബാക്കിത്തെ നമ്മൾ എങ്ങനെ തയ്ക്കേണ്ടത്, ഈ മോട്ടീവിൻ്റെ തന്നെ ബ്ലൂ പ്രിൻറ്റ് വീഡിയോയുടെ അവസാനം ബ്ലൂ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്ക്കേണ്ടത് എന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറി മോട്ടീവിൻ്റെ ഒരു സ്മോൾ ഡിസൈനാണ്. ഇത് വളരെ കുഞ്ഞൊരു മോട്ടീവാണ്. ഇതിനൊരു 3 ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ ഈ ഒരു മാംഗോ മോട്ടീവിന്. അപ്പോൾ നമ്മൾ ഈ ഒരു മാംഗോ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മളിവിടെ ഷാഡോ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്യുമ്പം ഷാഡോ വർക്ക് നമ്മൾ ഒരു ഫ്ലവർ പാറ്റേൺ നമ്മൾ തയ്ക്കുന്നതും ഈ ചിക്കൻ കറിയിലുള്ള ഷാഡോ വർക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ പറയാറ്. എന്നാലാണ് അത് വൃത്തിയായിട്ട് വരുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ച് കുത്തണം, ഒട്ടും ഗ്യാപ്പ് വിടരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതേസമയത്ത് ചിക്കൻ കറി വർക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ആ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടാവുമായിരിക്കും. അത് കുറച്ചും കൂടെ അകന്നായിരിക്കും. നല്ല കട്ടിയിൽ നൂലെടുത്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അവർ ആങ്കർ ത്രെഡൊന്നും യൂസ് ചെയ്തിട്ടല്ല തയ്ക്കുന്നത്. ആക്ച്വലി അത് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. വേറെ ടൈപ്പ് കോട്ടൺ ത്രെഡ് ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്
ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു 2 ഇഴ വെച്ചിട്ടല്ല 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടായിരിക്കും അവർ തയ്ക്കുന്നത്. ഇതിപ്പോൾ ആങ്കർ ത്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടി കിട്ടാനായിട്ട് നമ്മൾ 3 അല്ലെങ്കിൽ 3+ സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് തയ്ച്ചാലാണ് ആ ഒരു പ്രൊജക്ഷൻ കിട്ടുള്ളൂ. 2 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല ചിക്കൻകാരി വർക്കിന്. ഞാനിവിടെ ആങ്കർ ത്രെഡ് അല്ല യൂസ് ചെയ്യണത്, പേൾ കോട്ടൺ ത്രെഡിൻ്റെ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻകാരി എപ്പോഴും നമ്മൾ കാണുന്നത് വൈറ്റ് കളർ ത്രെഡിൽ എംബ്രോയ്ഡറി ചെയ്തതാണ്, അല്ലാത്തതും ഉണ്ട്, എന്നാലും കൂടുതൽ കാണുന്നത് നമ്മൾ വൈറ്റാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ത്രെഡാണ്. ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കൊട്ട സാരിയാണ്. നല്ലൊരു ഗ്രീനാണ്, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡല്ല, കുറച്ചും കൂടെ നല്ല കളറാണ്. ഇതിൻ്റെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടീവ് തയ്ക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഷാഡോ വർക്ക് എന്നുള്ളതൊരു ഡൗട്ട്സ് കുറേ പേർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നല്ല, ഈ ഉള്ളിലുള്ള മാങ്കോയിൽ നിന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്പോൾ ഈ മാങ്കോയും കൂടെ ആ ഷേപ്പ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ഞാനിവിടെ യൂസ് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റയായിട്ടാണല്ലോ വരുന്നത്, ആ ഒരു ഇതായി എടുത്തിട്ടുള്ളൂ, 2ആയിട്ട് എടുത്തിട്ടില്ല, സിംഗിളായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് പറഞ്ഞു, ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നിന്ന് കുറച്ച് മാറ്റി നമ്മളിങ്ങനെ കുത്തിയെടുക്കുകയാണ്. ആ പോയിന്റിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയെടുത്തു. ഇനി നമ്മൾ ഇങ്ങോട്ടേക്കല്ലേ ഇവിടെ താത്തുന്നു, അവിടെയാണ് നമ്മുടെ മാങ്കോ ഡിസൈൻ്റെ എൻഡിങ്, ടിപ്പ് അവിടെയാണ്. പിന്നെ അവിടെ നിന്ന് ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ എന്തോരം ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ തന്നെ ഇവിടെ എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് താത്തുക. ഇനി ഈ സൈഡാണ്, ഈ സൈഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുത്തുവും താത്തുവും ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ നീഡിൽ ഇങ്ങനെ പാസ് ചെയ്യുക. ഇങ്ങനെ പാസ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് തീർക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുക, ഇവിടെയാണ് നമുക്ക് പൊക്കേണ്ട നീഡിൽ. അപ്പോൾ ഈ ക്രോസിൽ നിന്ന് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ. അപ്പോൾ ഈ ഡിസ്റ്റൻസൊക്കെ നമുക്ക് ഒരാൾക്കാർ എന്തോരം അകത്തണം, ഒത്തിരി അങ്ങ് അകത്തി പോകരുത്, എന്നാലും സാധാരണ നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ അകത്തിയാണ് ചിക്കൻകാരിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാലാണ് അവർ ആ ക്രോസും അതുപോലെ തന്നെ കുറച്ച് തുണിയും കാണിച്ചാണ് അവർ തയ്ക്കുന്നത്, ഒത്തിരി അടുപ്പിച്ചല്ല. ഇനി ഇങ്ങോട്ടേക്ക് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ നമ്മൾ പോരുവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇതും കൂടി ഒന്ന് തയ്ച്ച് തീരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇന്നർ മാങ്കോയുമായിട്ട് നമ്മൾ തയ്ച്ച് പോണേന്ന്. നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിലെത്തി, അപ്പോൾ ഉള്ളിലുള്ള മാങ്കോ ഡിസൈൻ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഇങ്ങോട്ടേക്കല്ല, ഇതുമായിട്ട് അല്ല നമ്മൾ തയ്ച്ച് പോകേണ്ടത്, ഇനി ഇതുമായിട്ടാണ് തയ്ച്ച് പോകേണ്ടത്. അപ്പം നെക്സ്റ്റ് ഇനി ഇവിടെയാണ് പൊക്കേണ്ടത്, ഉള്ളിലത്തെ മാങ്കോ ആയിട്ട് നമ്മൾ തയ്ക്കണം. ഇനി കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ തന്നെ ഇതിങ്ങനെ ഇവിടം വരെ വരിക, എന്നിട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഔട്ടർ പോർഷൻ മാംഗോ ഡിസൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്, ക്രോസ് ആയിട്ട്. അത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഇതനുസരിച്ച് ഇതിൻ്റെ ഡിഫറൻസ് വേരിയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് അകന്നകന്നും ഇവിടെ കുറച്ച് അടുത്തടുത്ത് വരാൻ കാര്യം എന്ന് വെച്ചാൽ ആ കേർവ് വരുമ്പം നമ്മൾ എടുക്കുന്നത് സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ഇതുപോലെ വരും. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് ക്രോസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. എന്നാൽ ഈ സമയത്തൊക്കെ നമുക്ക് ക്രോസ് നല്ലോണം കാണാവുന്ന രീതിയിലാണ് പോകണം. ഇവിടെ മുതൽ ആ കേർവ് വന്നപ്പോൾ മുതൽ ആ ഒരു വേരിയേഷൻസ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ സൂക്ഷിച്ച് ചെയ്താൽ ഈ മാതിരി വരത്തില്ല, കുറച്ചും കൂടെ വൃത്തിയായിട്ട് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അടി വരുന്നത്. ഇനി കെട്ടിടാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഒന്ന് കുറച്ച് തുണിയായിട്ട് എടുത്ത് കെട്ടിടുക. ഒത്തിരി എടുക്കരുത്, കുറച്ചായിട്ട് തുണിയായിട്ട് എടുത്തിട്ട് നമുക്ക് കെട്ടിടാം. അപ്പോൾ നമ്മൾ ഷാഡോ വർക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ ഷാഡോ വർക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ ഈ ഉള്ളിലത്തെ ഈ ഒരു ഡിസൈനും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ ഒരു സ്റ്റെം സ്റ്റിച്ച്, ഈ ഒരു പോർഷൻ സ്റ്റെം സ്റ്റിച്ചും തയ്ച്ചിട്ടുണ്ട്, ഞാൻ നീണ്ടു വരുന്നൊരു പോർഷൻ. അത് കഴിഞ്ഞ് നമുക്കിനി ഈ ഡോട്ട്സ് ഇട്ടേക്കുന്ന അവിടെയാണ് നമുക്ക് തയ്ക്കേണ്ടത്. അവിടെ നമ്മൾ ഇവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് തന്നെ തയ്ക്കണം എന്നില്ല, ചിലവർ ഫിഷ് ബോൺ തയ്ക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഡോട്ട്സിലൊക്കെ ഫിഷ് ബോൺ കുഞ്ഞിതായിട്ട് തയ്ക്കും. അതല്ല സാറ്റിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫാൻറ്റ സ്റ്റിച്ച് എന്ന് അവർ പറയുന്ന സ്റ്റിച്ചായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡോട്ട്സ് എല്ലാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. അതല്ലെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഷാഡോ വർക്ക്, കുഞ്ഞു ഷാഡോ വർക്ക്സ് ചെയ്യാം, ഹെയർ ആൻഡ് ബോൺ ചെയ്യാം, ഫിഷ് ബോൺ ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ലക്നൗ ചിക്കൻകാരി സ്റ്റിച്ചിൽ വർക്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റിച്ചസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുകയാണ്. ഇത് സെയിം അധികം ഡിസ്റ്റൻസ് ഒന്നും വിടാണ്ട് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ തയ്ക്കുക. ഇത് 12 സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയിൽ വരും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത് ഇതുപോലെ എടുത്തുവെച്ചാൽ മതി. ഇങ്ങനെ താഴത്തേക്കൂടെ കുത്തിയിട്ട് താത്തി പിന്നെ മേളിലോട്ട് വലിച്ചെടുക്കണം. അങ്ങനെ സമയം കളയണേക്കാളും നല്ലത് ഇതുപോലെ ഈ ഒരു രീതിയിൽ തയ്ച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും. താഴത്തോട്ടേ കൊണ്ടുപോകണ്ട. അപ്പം നമുക്ക് ഫ്രെയിം ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചുകൊണ്ട് തയ്ക്കാം ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ. കുറച്ചും കൂടെ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം പൊക്കി താത്തി നൂല് താഴത്തേക്കൂടെ വലിച്ചെടുക്കുന്നു, പിന്നെ പൊക്കിയെടുക്കുന്നു, കുറച്ചും കൂടെ നമ്മുടെ സമയം വേസ്റ്റായി പോവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3-4 വട്ടം ഈ ഒരു പോയിന്റിൽ ഒരു പെറ്റൽ ഇങ്ങനെ കുഞ്ഞു പെറ്റൽ പോലെയാണ് വാട്ടർ ഡ്രോപ്സ് പോലെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 3-4 വട്ടം ആ ഒരു ഡ്രോപ്പിൽ തന്നെ ഇതുപോലെ തയ്ച്ചാൽ മതി. അതിപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പേൾ കോട്ടൺ ത്രെഡിൻ്റെ 2 വട്ടമായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരു വട്ടമാണ് എടുത്തിട്ടുള്ളൂ, 2 വട്ടം ഒന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് അടുത്തയിലോട്ട് പോകണം. അങ്ങനെ എല്ലാം നമുക്ക് ചുറ്റും ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോന്ന് കഴിഞ്ഞിട്ട് കെട്ടിടില്ല. ചിക്കൻ കറിയിൽ ഇങ്ങനെ അടി കൂടെ വലിക്കുന്ന ത്രെഡ് കണ്ടെന്ന് വെച്ച് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതുപോലെ അടുപ്പിച്ച് വർക്ക്സ് ആയിരിക്കും ചിക്കൻ കറി വർക്കിലെല്ലാം വരുന്നത്. ഡിസൈൻ പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ അടുപ്പിച്ച് വർക്ക് തന്നെ കാരണം നമ്മൾ കെട്ടിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓരോന്ന് കഴിഞ്ഞിട്ട് കെട്ടിടാൻ നോക്കിയാൽ കെട്ട് മാത്രമേ താഴെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വലിച്ച് അങ്ങ് തയ്ച്ച് പോവുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള ചുറ്റോട് മുഴുവനുള്ളത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലക്നൗ ചിക്കൻകാരി സ്മോൾ മോട്ടീവ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുഞ്ഞൊരു മോട്ടീവ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു മോട്ടീവ് നമ്മൾ സ്കാറ്റർ ചെയ്താണ് ഈ സാരിയിൽ ഫുള്ളും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസൈൻ്റെ ബ്ലൂ പ്രിൻറ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും, സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.